ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെട്ട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ വായിക്കാനിടയായി. ഒരു മഹാനായ ധനവാനായ ഒരു രാജാവ്, അദ്ദേഹം ദുഃഖരഹിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നുവെച്ചാൽ ദുഃഖമില്ലാത്ത എപ്പോഴും സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം. അദ്ദേഹം ആഗ്രഹിച്ചു. നല്ല ആഗ്രഹമല്ലേ? തീർച്ചയായും. അദ്ദേഹം തൻ്റെ രാജധാനിയിലുള്ള അനേകം ഉന്നതരായ ആളുകളെ, മന്ത്രിമാരെയും മറ്റെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദുഃഖമില്ലാത്തൊരു ജീവിതം നയിക്കണം, അതിനുള്ള വഴി നിങ്ങൾ പറഞ്ഞു തരണം. അവരാകെപ്പാടെ വിഷമിച്ചു. ഈ ഭൂമിയിൽ ദുഃഖമില്ലാത്തൊരു ജീവിതം നയിക്കാനുള്ളൊരു വഴിയോ? അവർ പലതും തലപൊഞ്ഞാലോചിച്ചിട്ടും രാജാവിന് സംതൃപ്തമായ തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു ശ്രേഷ്ഠനായ തത്വജ്ഞാനി, ഒരു പണ്ഡിതൻ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് ദുഃഖമില്ലാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ പറ്റും ഒരു കാര്യം ചെയ്താൽ. എന്താണ് ആ കാര്യം? രാജാവ് ഉദ്വേഗത്തോടെ ആകാംക്ഷയോടെ അദ്ദേഹത്തോട് ചോദിച്ചു. ഒന്നേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കോട്ട് നിങ്ങൾ അണിഞ്ഞാൽ മതി. വളരെ ലളിതമായിട്ട് രാജാവിന് തോന്നി. അത്രയേ ഉള്ളൂ. ഉടനെ തന്നെ രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചു. വളരെ സന്തോഷമുള്ള, ഏറ്റവും സന്തോഷം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കോട്ട്, ഓവർ കോട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഭടന്മാരെയും രാജസേവകരെയും രാജകീയ ഉദ്യോഗസ്ഥരെ എല്ലാം നാട് മുഴുവൻ അയച്ചു. അവർ മുഴുവൻ തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ കണ്ടു കിട്ടാനില്ല. കുറച്ചൊക്കെ സന്തോഷമുണ്ട്, പക്ഷേ ദുഃഖമുള്ളവരാണ് എല്ലാവരും തന്നെ. അവസാനം അവർ മടങ്ങിപ്പോരുമ്പോൾ അവരൊരാൾ കണ്ടു, ഇങ്ങനെ റോഡിലൂടെ തുള്ളിക്കളിച്ച് സന്തോഷിച്ച് ചിരിച്ചാർത്ത് സന്തോഷിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ അവരെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ദുഃഖമില്ലേ? ഇല്ല. എപ്പോൾ സന്തോഷമാണോ? അതെ. അവൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ രാജാവിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അവനെയും കൊണ്ട് രാജകൊട്ടാരത്തിൽ വന്നു. രാജാവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് ദുഃഖമൊന്നുമില്ലേ? ഇല്ല. മുഴുവൻ സന്തോഷമാണോ? അതെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ കോട്ടൂരി എനിക്ക് തരാൻ പറഞ്ഞു. രാജാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കോട്ടില്ല രാജാവേ. ഓ, നീ ഒരു കോട്ട് പോലും വാങ്ങാൻ തക്കവണ്ണം സമ്പന്നനല്ലേ? അല്ല. പക്ഷെ നിനക്കെങ്ങനെ എത്ര സന്തോഷം? അതെ, ഒന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും ഒരു സന്തോഷവുമില്ല. ചിലർക്ക് ഒന്നുമില്ല, അവർക്കും സന്തോഷമില്ല. എല്ലാം ഉണ്ടായിട്ടും സന്തോഷമില്ലാത്തവരുണ്ട്. എന്നാൽ ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കുവാൻ കൃപ തരുന്നവനാണ് യേശു ക്രിസ്തു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്, ഉള്ളവന് ഉണ്ട് എന്നുള്ളതിൻ്റെ ദുഃഖം, ഇല്ലാത്തവന് ഇല്ല എന്നതിൻ്റെ ദുഃഖം. അതേ, മനുഷ്യജീവിതം ദുഃഖം നിറഞ്ഞതാണ്. എല്ലാവർക്കുമുണ്ട് ദുഃഖം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ, വേദനാജനകരമായ സാഹചര്യത്തിലൂടെ, രോഗത്തിൻ്റെയും കടബാധ്യതയുടെയും ഞെരുക്കത്തിൻ്റെയും പന്ഥാവിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് സന്തോഷം കിട്ടും. കാരണം എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവവചനം പറഞ്ഞു, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും നിങ്ങളോട് പറയുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അതെ, സന്തോഷം തരുന്ന യേശു ക്രിസ്തു ജീവിക്കുന്നു. സന്തോഷം തരുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതേ, പ്രശ്നങ്ങളുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്, എത്രയോ വലുത്. കടബാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു. കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ ആളുകൾ ശല്യം ചെയ്യുന്നു. എല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സമാധാനം തരുന്നവനാണ് ക്രിസ്തു. അതിൻ്റെ മധ്യത്തിൽ സന്തോഷം തരുന്നവനാണ് ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന്
എന്ത് പ്രയോജനം? എല്ലാം നേടി, പക്ഷെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അവിടെ പറഞ്ഞത് അവൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചല്ല, അവൻ്റെ ആ ഒരു ചെറിയ ലൈഫ് സ്പാനിനെ കുറിച്ചല്ല പറഞ്ഞത്. അവൻ്റെ ജീവിതം, അവൻ്റെ ജീവൻ, ആ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാമുണ്ട്, പക്ഷേ യേശുവില്ല. എല്ലാമുണ്ട്, സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളെല്ലാമുണ്ട്, ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ ആളുകളുണ്ട്, വലിയ വലിയ ബന്ധങ്ങളും സ്വന്തങ്ങളുമുണ്ട്, രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്, ധാരാളം പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാമുണ്ട്. പക്ഷേ സ്വസ്ഥതയില്ല, മനുഷ്യന് സമാധാനമില്ല. എവിടെ സമാധാനം കിട്ടും? യേശുക്രിസ്തു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് നമുക്ക് സമാധാനം തരാൻ കഴിയുകയില്ല, ലോകത്തിന് നമുക്ക് സന്തോഷം തരാൻ കഴിയുകയില്ല. സന്തോഷത്തിൻ്റെ ഉറവിടം കർത്താവായ യേശുക്രിസ്തുവാണ്. അതൊരു വസ്തുവല്ല, അതേതെങ്കിലും ഒരു തത്വസംഹിതയല്ല, ഒരു വ്യക്തിയാണ്. ആരാണത്? കർത്താവായ യേശുക്രിസ്തു. യേശു നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവിടെ സന്തോഷം ലഭിക്കുന്നു, അവിടെ സമാധാനം ലഭിക്കുന്നു. സന്തോഷം തരുന്ന ക്രിസ്തുവിന് പകരമായി നാം എന്തെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാലും, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും നമുക്ക് ശാശ്വതമായ സന്തോഷം കിട്ടുകയില്ല. ഇന്ന് സന്തോഷം ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു? ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു ലോകമെമ്പാടും. ഓരോ വർഷവും ഓരോ രാജ്യം സെലക്ട് ചെയ്ത് ധാരാളം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നാടെങ്ങും ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ടൂറിസ്റ്റായിട്ട് കറങ്ങി നടക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇല്ല, സന്തോഷം കൂടിയിട്ടില്ല എന്ന് അവരോട് തന്നെ സാക്ഷ്യം പറയും. ഈ സന്തോഷം ലഭിക്കാൻ മദ്യപിക്കുന്നവരുണ്ട്, കൂട്ടുകൂടി മദ്യപിക്കുന്നു. മദ്യപിക്കുമ്പോൾ ഒരു സന്തോഷം ലഭിക്കുന്ന പോലെ തോന്നും, പക്ഷേ ശാശ്വതമായ സന്തോഷമാണോ? അല്ല. എല്ലാം കഴിയുമ്പോൾ നിരാശ, എല്ലാം കഴിയുമ്പോൾ തലയ്ക്ക് വലിയ ഭാരം, തലവേദന എടുക്കുന്നു, ജീവിതം നിരാശയിലേക്ക് പോകുന്നു. ഇനി സന്തോഷം കിട്ടാൻ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്നവരുണ്ട്, അശുദ്ധ മാർഗങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അതും സന്തോഷം തരുമോ? ഇല്ല. സന്തോഷം ലഭിക്കാൻ കൂട്ടുകൂടി, രാഷ്ട്രീയമായ കൂട്ടുകൂടി അനേകം വിക്രിയകൾ ചെയ്യുന്നവരുണ്ട്, ഒന്നും സന്തോഷം തരികയില്ല. ഇങ്ങനെ നിങ്ങൾ ലോകത്തിലുള്ള ഓരോന്നോരോന്നോരോന്ന് എണ്ണിവെച്ച് നിങ്ങൾ പരിശോധിച്ചാൽ അതൊന്നും നിങ്ങൾക്ക് സന്തോഷം തരികയില്ല. യവനക്കാരാ, നിനക്കത് സന്തോഷം തരികയില്ല. നിന്റെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം തരുന്നത് ഒരു വ്യക്തിയാണ്, അവനത്രേ കർത്താവായ യേശുക്രിസ്തു. യേശു ഒരു ജീവിതത്തിൽ വന്നാൽ അവിടെ സന്തോഷമാണ്, സമാധാനമാണ്. ഇല്ലായ്മയിലും വല്ലായ്മയും രോഗത്തിൻ്റെ മധ്യത്തിലും കടബാധ്യതയുടെ മധ്യത്തിലും എതിർപ്പിൻ്റെ മധ്യത്തിലും ഒറ്റപ്പെടുത്തലിൻ്റെ മധ്യത്തിലും ആരും നമ്മെ ഗവനിക്കാതിരിക്കുമ്പോഴും എല്ലാവരും നമ്മെ അവഗണിക്കുമ്പോഴും എല്ലാതിൻ്റെ മധ്യത്തിൽ സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം, അതാണ് യേശുക്രിസ്തു നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സന്തോഷം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, അങ്ങനെ ക്രിസ്തു തരുന്ന യഥാർത്ഥ സന്തോഷവും സമാധാനവും വ്യക്തി ജീവിതത്തിൽ നിറഞ്ഞ് കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും തീരുമ്പോഴാണ് കുടുംബസ്വർഗമാകുന്നത്. ഭാര്യയുടെ ജീവിതത്തിൽ, ഭർത്താവിൻ്റെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിച്ച് ക്രിസ്തു കൊടുക്കുന്നതായ സന്തോഷവും സമാധാനവും അനുഭവിക്കുമ്പോൾ അവരെല്ലാം ചേരുന്നതാണ് സന്തോഷമുള്ള കുടുംബം. ആ കുടുംബമാണ് സ്വർഗീയ കുടുംബം, ആ കുടുംബമാണ് സമാധാനമുള്ള കുടുംബം. നിങ്ങളുടെ കുടുംബം സ്വർഗമാണോ? നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ളതാണോ? നിങ്ങളുടെ കുടുംബം സമാധാനമുള്ളതാണോ? നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മാന്യ സഹോദര, നീ ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ഭാര്യയോടും നിൻ്റെ കുഞ്ഞുങ്ങളോടും നിൻ്റെ മാതാപിതാക്കളോടൊത്ത് സമയം കളയുന്നതാണോ നിനക്ക് ഇഷ്ടം? സമയം ചെലവഴിക്കുന്നതാണോ ഇഷ്ടം? അതോ കവലകളിലും കടത്തിണ്ണകളിലും കൂട്ടുകാരോടൊത്ത് പാർക്കുകളിലും മറ്റ് സ്ഥലങ്ങളിലും സിനിമാ തിയേറ്ററുകളിലും പോയി, അല്ലെങ്കിൽ മദ്യഷാപ്പിൽ പോയി, ബാറിൽ പോയി കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെ, മയക്കുമരുന്ന് വലിക്കുന്നവരുടെ കൂടെ, ഉപയോഗിക്കുന്നവരുടെ കൂടെ കറങ്ങി നടക്കുന്നതാണ് നിനക്ക് സന്തോഷം? അങ്ങനെ ഞാൻ സന്തോഷം തരികയില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ക്രിസ്തു തരുന്ന യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിച്ച് അത് ജീവിതത്തിൽ പങ്കുവയ്ക്കുന്ന ഒരിടമായി നമ്മുടെ കുടുംബം തീരണം. ആ സ്നേഹം പങ്കുവയ്ക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, വേദനകൾ പങ്കുവയ്ക്കുക, അങ്ങനെ പ്രാർത്ഥന പങ്കുവയ്ക്കുക, ഭക്ഷണം പങ്കുവയ്ക്കുക,
അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കുക. അങ്ങനെ ഓരോരുത്തർ പങ്കുവെച്ച് കുടുംബം സ്വർഗമാക്കി തീർക്കാം. അതിന് യേശു നമ്മെ സഹായിക്കും. യേശു അതാണ് പറയുന്നത്. യേശുവിന് വചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, എല്ലാം നേടാം, നേടിയിട്ടും നേടിക്കഴിഞ്ഞിട്ടും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല പ്രിയരെ. ജീവൻ നേടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഏതാണ് ആ ജീവൻ? ക്രിസ്തുവാണ് ജീവൻ. യേശു ക്രിസ്തുവാണ് ജീവൻ. ക്രിസ്തു എങ്ങനെയാണ് ജീവൻ നമുക്ക് തന്നത്? കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തവും ചിന്തിയപ്പോൾ യേശു തൻ്റെ ജീവൻ ഓരോ തുള്ളി തിരുരക്തത്തിലൂടെയും, ഒരു തുള്ളി തിരുരക്തത്തിൻ്റെ ഒരു ചെറിയ അംശത്തിൽ പോലും ജീവനാണ്. ആ ജീവനായ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ആ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുകയാണ്. കാരണം പറയുന്നു, മാംസത്തിൻ്റെ ജീവൻ അതിൻ്റെ രക്തത്തിലല്ലോ ആകുന്നു. രക്തമാണ് ജീവൻ. യേശു രക്തം ചിന്തിയത് നാം പറയും അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകാരംഭങ്ങൾക്ക് മുതൽ കുറിലറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടെന്നെല്ലാം പറയും. പക്ഷേ ദൈവ കുഞ്ഞാടായ യേശു നമുക്ക് തന്നത് തൻ്റെ ജീവനാണ്. ഓരോ തുള്ളിത്തരി രക്തവും ഇറ്റിറ്റ് വീഴുമ്പോൾ യേശു നമുക്ക് ജീവൻ തരികയായിരുന്നു. ആ യേശുവിനെ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് ദൈവിക ജീവൻ പകരപ്പെടുകയാണ്. ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകുകയാണ്. ആ ദൈവിക ജീവൻ പ്രാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ക്രിസ്തുവുള്ളവരായി ജീവിക്കാം. ഈ ഭൂമിയിൽ എന്ത് നേടിയില്ലെന്നുള്ളതല്ല വിഷയം. സ്വർഗരാജ്യത്തിന് വേണ്ടി എന്ത് നേടി, സ്വർഗത്തിന് വേണ്ടി എന്ത് നേടി, ഈ ഭൂമിയിൽ നാം ദൈവിക ജീവിതം നയിക്കുന്നുവോ, ഒരു സ്വർഗീയ ജീവിതം നാം നയിക്കുന്നുവോ? അങ്ങനെ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം, നിത്യജീവൻ ലക്ഷ്യമാക്കി നാം ജീവിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കും, സൗഭാഗ്യം ലഭിക്കും, സ്വർഗീയ കൃപകൾ ലഭിക്കും, സ്വർഗീയ നന്മകൾ ലഭിക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.